ഒരുപാട് നാളിന് ശേഷം ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുവാണ്. മോളുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം, അതിനുവേണ്ടി പോകുന്നൊരു കുട്ടി വീഡിയോ കാണാം. ആ പാട്ടിങ്ങനെ കേട്ടപ്പോഴേ ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. FM-ലായിരുന്നു ആ പാട്ട് കേട്ടിരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിനാണെങ്കിൽ അവർ നേരത്തെ കൊണ്ടുപോയി 12 മണിയായപ്പോൾ കൊണ്ടുപോയി. KG1-ലാണ് മോള്. അപ്പോൾ അവരുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നേരത്തെ കൊണ്ടുപോയി. പിന്നെ ഞാനും ഏട്ടനും മോളും അച്ഛൻ്റെ ആങ്ങളയുടെ മോനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാലും കൂടെ 3 o'clock ഒക്കെ ആയപ്പോഴാണ് പോയത്. 4 o'clock അവരുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. 4 to 9 അവർ പറഞ്ഞത്. പക്ഷെ ഒത്തിരി ലേറ്റായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ പോകുന്നു. പോകുന്ന വഴിക്കൊരു തട്ടുകടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു വന്നപ്പം പിള്ളേർക്ക് ഭയങ്കര വിശപ്പ്. അവന് നല്ല ചൂട് ഷവർമ്മ, നല്ല ടേസ്റ്റി ആയിട്ട്. ഇപ്പം 3 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ടായിരുന്നുള്ളേ. അപ്പം നല്ല ഷവർമ്മ കിട്ടി. അപ്പോൾ അതും വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവരുടെ സ്കൂൾ. ഈ ഒരു റോഡ് കുറേ അങ്ങോട്ട് എൻ്റെ ആകുമ്പോൾ നല്ല രസമാണ് അതുവഴി പോകാൻ. ആ ഒരു ഈവനിങ് ടൈമിൽ നല്ല ഭംഗിയാണ്. അങ്ങനെ സ്കൂളെത്തിയപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ബാക്കിലൊക്കെ ഒരു പാർക്കിങ്ങൊക്കെ കിട്ടി. പാർക്ക് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്ന ആ ഒരു വേ ആണ്. അവരുടെ പാർക്കാണ് ആക്ച്വലി. പാർക്ക് അവർ അതെല്ലാം പ്ലേയിങ് ഏരിയ മാറ്റിയിട്ട് അവർ സ്റ്റേജിന് വേണ്ടിയെല്ലാം ചെയ്തേക്കുന്നത് വലിയൊരു ഏരിയ അത്. ഞങ്ങളുടെ ചർച്ചിൽ വേറൊരു മോനും ഉണ്ട്. അവർ 2 പിള്ളേരോട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനവിടെ വോളണ്ടിയർ ആയിട്ടില്ല അവൻ പഠിക്കുന്നത്. അവനവിടെ വോളണ്ടിയറായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ സ്റ്റാൻഡായി നിൽക്കുന്നുണ്ട്. അവർ നേരത്തെ പോകണമായിരുന്നു. അവർ നേരത്തെ പോയപ്പോഴത്തേന് ഭയങ്കര ആളായി. ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ ഡാൻസും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ജനമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുണ്ടായിരുന്നു. കൂടുതലും മലയാളീസാണ്. ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളിലെല്ലാം കൂടുതലും മലയാളീസാണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാം അപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കുഞ്ഞുങ്ങളുടെ ഡാൻസ് കാണാമേ. കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ. Oh, imagine a land, it's a faraway place where the caravan camels roam, where you wander among every culture and tongue. It's chaotic, but hey, it's home. When the winds from the east and the suns from the west and the sand and the glass is bright, come on down, stop on by our party and fly to another Arabian night.
جراله البارح كان يبغيني كأني ما فيا يسوي وغيابه علي طول لازم شي حد في باله مال حبيبي ماله يقولوا لي وش جراله البارح كان يبغيني اليوم زي ഈ ലാസ്റ്റ് കണ്ടതായിരുന്നു കുഞ്ഞിൻ്റെയൊക്കെ പ്രോഗ്രാം. അവർ നന്നായിട്ട് ചെയ്തു കേട്ടോ. അവർ ട്രെയിൻ ചെയ്തവരെ സമ്മതിക്കണം. എന്തായാലും അവർ നന്നായിട്ട് ചെയ്തു. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രോഗ്രാം കഴിയുന്ന മുന്നേ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. ഇറങ്ങി വെളിയിൽ വന്നു. അപ്പോഴത്തേനും അവിടെ മുറ്റത്ത് ഭയങ്കര ആളായിരുന്നു പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ. അവിടെയാണെങ്കിൽ പിന്നെ കുട്ടി കുട്ടി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്കത് കുഞ്ഞാണത്, ഇവൾക്കത് സ്നാക്സ് അവിടെ നിന്ന് കൊടുത്തതാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അതെല്ലാം കൊടുത്ത് അതിവിടെ വന്ന് കഴിക്കേണ്ട ഓരോ പിള്ളേർക്ക്. ഇത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പ്രേം എന്നാണ് പേര്. അപ്പോൾ അവർക്ക് കൊടുത്ത സ്നാക്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ പക്ഷേ ഒത്തിരി വേറെ ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവർക്ക് പ്ലേയിങ് ഏരിയ ഒരു പാർക്ക് പോലെ അവരുണ്ടാക്കിയിട്ട് ജമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത് അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ അവർ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഓഡിറ്റോറിയം അല്ല, ഓപ്പൺ എയർ ആണത്. നടക്കുന്ന പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ സ്ക്രീനും 2-3 ഇടത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ സന്ധ്യയായി, ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞു. അതാണ് അവരുടെ സ്കൂളിലെ പൂട്ടിലം പാർക്ക്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക ഇവൻ്റായിരുന്നു അത്. ഞങ്ങൾ അവിടെ നിന്ന് ഗുലാം ജാമില്ലേ, ഗുലാം ജാമൊക്കെ മേടിച്ചു. പിന്നെ എന്തോന്ന് 2 ഐറ്റമൊക്കെ മേടിച്ചു. പക്ഷേ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് സംസാരിച്ചാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗുലാം ജാം എനിക്ക് ഒത്തിരി ഇഷ്ടം, മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഇരുന്നാലും ഒത്തിരി ലേറ്റാവും, 10 o'clock ഒക്കെ കഴിയും. കാരണം കുഞ്ഞു പിള്ളേരുടെ ഇപ്പോൾ KG സെക്ഷൻ്റെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി 8th വരെയുള്ള പിള്ളേരുടെ പ്രോഗ്രാം അവിടെ നടക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ കുഞ്ഞൊക്കെ രാവിലെ പോയല്ലേ, ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു വില്ല കണ്ടോ, നല്ല ഭംഗി. എനിക്കത് ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ഇത് വാച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. 8 o'clock ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പിള്ളേരെയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരുന്നു. അവർക്ക് പിന്നെ ചിക്കൻ്റെ ഐറ്റംസൊക്കെയാണ് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇനി ചിക്കൻ തന്നെ ഓർഡർ ചെയ്ത് ലോലിപ്പോപ്പ് കണ്ടപ്പോഴത്തേന് ചൂടോടെ എല്ലാവരും ആക്കാമെന്ന് പിടിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചത് കണ്ടോ ഏട്ടനാണ്. കണ്ടില്ലേ ലോലിപ്പോപ്പ് പിള്ളേരെക്കാട്ടി കഷ്ടമാണ്. ലോലിപ്പോപ്പ് കഴിച്ച് ചെറിയ ആൾ ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ കയറി കഴിഞ്ഞാൽ ഉടനെ ലോലിപ്പോപ്പ് അങ്ങനെ വാങ്ങി അതെല്ലാം കഴിച്ചു. കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കനും വന്നു, അതും കഴിച്ചു. പിന്നെ എന്താ പറയുക, കണ്ടില്ലേ എൻ്റെ മോളുടെ ഫോട്ടോയാണിത്. ഇവളുടെ ഡാൻസ് ആയിരുന്നത്, ഇവളുടെ കോസ്റ്റ്യൂമാണ്. അങ്ങനെയുള്ള ഫുഡും കഴിച്ചു, പ്രോഗ്രാമും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്താറായ എന്തായാലും നല്ലൊരു ദിവസം. അതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്, റോയൽ ലൈറ്റ്. നല്ല എന്താ പറയുക, കുറേ നാളിന് ശേഷം ഒരു മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ഇടുന്ന വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.